എന്താ സിന്ധു ഇത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ ബാല കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതുവരെ എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും. എന്തിനാ അങ്ങനെ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒന്ന് തുറന്ന് പറഞ്ഞൂടെ സിന്ധു? വയ്യ. വിനീട്ടിനൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പൊ. അവള് പോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞോളെല്ലാം. സിന്ധു, എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ. എന്നെ താങ്ങി നിർത്താൻ എനിക്ക് സിന്ധു വേണം, പ്ലീസ്. ഞാൻ അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് വയ്യ ഒന്നിനും. എന്നെ വിട്ടേര്. കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതേ ഉള്ളൂ. ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ വെച്ചേക്ക്. സിന്ധു, എനിക്ക് കൂടണം. ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന്. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ കുറിച്ച് അവൾ എന്ത് പറഞ്ഞു? പറ. അത് മാത്രം അറിഞ്ഞാ മതി. മതി. വേറൊന്നും ചോദിക്കില്ലല്ലോ? ഇല്ല. എന്നാ അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും. ഇനി കുറെ കേൾക്കണം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെങ്കിൽ. ശരി, ഞാനും വരാം. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കും അറിയണം. വേണ്ട, എന്റെ അനിയത്തി വിനേട്ടൻ ഇനി കാണണ്ട. അവള് പോകുന്നത് വരെ എന്നോട് സംസാരിക്കും വേണ്ട. ഹലോ വിനയേന്ദ്ര, ഒന്ന് ഇവിടം വരെ വരണല്ലോ. എന്താ എന്താ നമ്പേരേട്ടാ? താനൊന്ന് വാ. ഇപ്പൊ വരാം. എന്താ നമ്പേരേട്ടാ? ശോശാമ്മയ്ക്ക് സുഖമില്ല. വേണ്ട, താനിപ്പോ അങ്ങോട്ട് പോണ്ട. ഡോക്ടർ അകത്തുണ്ട്. ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. മരുന്ന് കഴിച്ചില്ല. പിന്നെ കഴിച്ചോളാന്നാ പറഞ്ഞത്. കുറവില്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ ഡോക്ടർക്ക് ഒന്നും അറിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ശോശാമ്മയുടെ അസുഖം മാറില്ല. താനൊന്ന് ഫോൺ ചെയ്ത് സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയടോ. ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് സിന്ധുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല. നമ്പേരേട്ടാ, പറഞ്ഞാൽ മതി പ്ലീസ്. അവള് വരും. എന്താ നമ്പേരേട്ടാ? എന്താ ഇവിടെ? ഇന്നലെ രാത്രി മുതൽ ശോശാമ്മയ്ക്ക് ഒരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പിണക്കില്ല എന്ന് അറിയുമ്പോൾ അത് അപ്പാടെ മാറുമെന്ന് എന്റെ വിശ്വാസം. ചെല്ല്, രണ്ടുപേരും കൂടെ അകത്തോട്ട് ചെല്ല്. ഹലോ, എന്താ ശോശാമ്മ ചേട്ടത്തി? ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസൽ റൊമാൻസിലാ. ഒന്ന് ചുമ്മാ ഇരിവിനിയ. സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ല എന്ന്. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല. ശോശാമ്മ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ തീരും. ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം. കഴിക്കേ. നിങ്ങൾ പിണങ്ങിയിരുന്ന എനിക്ക് ആ വീർപ്പുമുട്ടല്. ഒരു വീർപ്പ് മുട്ടലും ഇല്ല. ചേട്ടത്തി ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കേ. വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും.
അതുവരെ ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ നിങ്ങളുടെ വഴക്ക് തീർത്തു അല്ലേ? ഞാൻ ഇറങ്ങും നമ്പ്യാരേട്ടാ. നിക്ക്, എന്താ ഇങ്ങനെ? ശോശാമയെ പറ്റിച്ചിട്ട് പോവാണല്ലേ? ഈ വീട്ടില് ശോശാമ എന്നോട് ഉണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ. നിങ്ങളാ ഞങ്ങളല്ല. ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ. ഇപ്പൊ എന്താ വഴക്കിന് കാരണം? പറഞ്ഞു തീർത്തിട്ട് പോ. എന്താ വിനയ, എന്താ കാര്യം? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമായിരുന്നു ഞാൻ എന്നെ തീർക്കുമായിരുന്നു. ഒന്ന് പറ സിന്ധു. ഞാൻ പറഞ്ഞത് അഭിനേട്ടനോടല്ല. ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ? അപ്പൊ ബാല തന്നെ കാരണം. അവള് വന്നപ്പോഴേ എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. വിട്ടേര് നമ്പ്യാരേട്ടാ. എന്തായി? വഴക്കൊക്കെ തീർന്നു. പറഞ്ഞു വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ ചേർന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം. ഒറ്റ പോക്കായിരുന്നു. അപ്പൊ എന്റെ ഉപവാസം ഫലിച്ചു. ഏറ്റു. എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമേ. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണോന്നൊരു തോന്നല്. എന്ത് പക? വേണ്ടപ്പെട്ടവരുടെ ഇടയെന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ? എന്താ ഇത്? എന്തിനാ ഇങ്ങനൊക്കെ? ഇത് വിനയേന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ്. ഇതിൽ ക്ലാസ്സിനകത്തും പുറത്തും ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മാത്രമല്ല, വഴിതെറ്റിയ ചിന്തകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിനാകെ അപമാനം വരുത്തി വെച്ച ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയേന്ദ്രന് പോലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ തീരുമാനം. ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രൻ ഈ സ്കൂളിൽ അധ്യാപകനായി ജോലിയേറ്റത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങിത്തിരിക്കും. നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും. അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വേറൊന്നും ആലോചിക്കാനില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ തന്നെ സമ്മതിക്കും. അവർ ഒപ്പിട്ട് തരികയും ചെയ്യും. ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല നമ്പ്യാരേട്ടാ. സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാവും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്കൊരു രൂപമില്ല. സ്കൂളിൽ നിന്ന് അറിയിപ്പ് വന്നു മറ്റന്നാ ചെല്ലാൻ. അന്നായിരിക്കും തീരുമാനം എടുക്കുക. ആകെ ഒരു വിഷമം. സിന്ധു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത. തനിക്ക് ആ ബാലയോടൊന്ന് ചോദിച്ചൂടെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? അതിനവളെ എന്റെ മുമ്പിലോട്ടൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഒക്കെ ശരിയാവൂടോ. തനിക്ക് തന്നിലുള്ള വിശ്വാസം അതങ്ങോട്ട് പോവരുത് ഒരിക്കലും. എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് മടുത്ത് നമ്പ്യാരേട്ടാ. ഇപ്പൊ ഒരുതരം വെറുപ്പ്, എന്നോടും എല്ലാവരോടും. ചുമ്മാ അത് ഇതും പറയാതെടോ. എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാത്തിന്റെ മുകളില് ഒരാൾ അങ്ങനെ ജയിച്ചു നിൽക്കും. താൻ നോക്കിക്കോ.